നമസ്കാരം, സുബിനാണ്. ഈ 2024 രക്ഷപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന 4 സ്വഭാവങ്ങളുള്ള ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ. ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് എന്നും ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഈ 2024 അവർക്ക് വളരെ വലിയ സാധ്യതകൾ തേടിയിരിക്കുന്നുണ്ട്. ഉദാഹരണങ്ങൾ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശില്പികളായിക്കോട്ടെ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള ഏതൊരാൾക്കും ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. അവർക്ക് ഒരുപാട് അനന്തമായ സാധ്യതകൾ അവരെ തേടിയിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്കാണ്. പല ആളുകൾക്കും വളരെ വലിയ ഐഡിയകൾ ഉണ്ടാവും, പക്ഷെ ഇത് മറ്റൊരാളോട് പറഞ്ഞു ഫലിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക്, നല്ല രീതിയിൽ ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് വളരെ വലിയ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൊളാബറേറ്റേഴ്സ് ആണ്. പല ആളുകൾക്കും തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ സമാന ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് വളരെ വലിയ ഒരു സ്കില്ലായിരിക്കും ഉണ്ടാവുക. അവർക്ക് ഈഗോ ഇല്ലാതെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുണ്ടാവും. ഇത്തരത്തിലുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ തേടിയും അനന്തമായ സാധ്യതകളാണുള്ളത്. നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? നല്ല ക്രിട്ടിക്കൽ തിങ്കേഴ്സിന് നമ്മൾ സാധാരണ ഇത്തരക്കാരെ മാറ്റി നിർത്താറാണ് പതിവ്. കാരണം അവൻ എന്തെങ്കിലും കുറ്റേ പറയുള്ളൂ, അവനോട് പറയണ്ട, അവൻ എന്തെങ്കിലും കുറ്റം കണ്ടെത്തുന്ന ആളാണ് എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളൊരു ക്രിട്ടിക്കൽ തിങ്കർ ആണെങ്കിൽ നിങ്ങളെ തേടിയും വളരെ വലിയ സാധ്യതകളാണ് ഈ വരുന്ന വർഷങ്ങളിൽ ഇനി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ക്രിട്ടിക്കൽ തിങ്കേഴ്സിന് ആരും മാറ്റി നിർത്തേണ്ടതില്ല. അവർക്കും അത്തരം കഴിവുള്ള ആളുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. വെറുതെ കുറ്റം പറഞ്ഞാൽ മാത്രം പോരാ, അതിലെ തെറ്റുകൾ തിരുത്താനുള്ള വഴികളും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.